അന്ത്യത്താഴത്തിൽ ക്രിസ്തുവിനോട് കൂടിയിരിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരുമായി അന്ത്യത്താഴ വിരുന്ന് ഉണ്ണുന്നു. കത്തോലിക്ക തിരുസഭ ഇന്ന് അന്ത്യത്താഴ തിരുനാൾ കൊണ്ടാടുകയാണ്. പെസഹ വ്യാഴാഴ്ച സാഘോഷം കൊണ്ടാടുന്നു. ഏവർക്കും ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ നേരുകയാണ്. 2 യാത്രകളുടെ മധ്യയുള്ള ക്രിസ്തുവിൻ്റെ നെരിപ്പോടിടമാണ് അന്ത്യത്താഴം അഥവാ അന്ത്യത്താഴമേശ. പിതാവിൻ്റെ പക്കലേക്ക് പോകുവാനുള്ള മണിക്കൂറാണ്. യേശുവിൻ്റെ കടന്നുപോകലിൻ്റെ സന്തോഷവും വേദനയും നിറഞ്ഞു നിൽക്കുന്ന ഇടമാണ് ആ വിരുന്നുമേശ. ഈ ലോകത്തിലെ തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള കടന്നുപോകൽ, ഈ ലോകം തന്നെ കുരിശിൽ തറയ്ക്കുവാൻ ഒരുങ്ങുമ്പോൾ അതിൽ മനംനൊന്ത് വേദനിക്കുന്ന ക്രിസ്തു നെരിപ്പോടനുഭവത്തിലൂടെ കടന്നുപോകുന്നു. 6 കാര്യങ്ങൾ ഇവിടെ വ്യക്തമായും സൂചിപ്പിക്കുന്നുണ്ട്. 1, പിതാവിൻ്റെ പക്കലേക്ക് ക്രിസ്തു കടന്നു പോകുന്നു. 2, സന്തോഷത്തിലൂടെയും ദുഃഖത്തിലൂടെയും ക്രിസ്തു കടന്നു പോകുന്നു. 3, തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും കടന്നു പോകുന്നു. 4, ജീവനിൽ നിന്നും മരണത്തിലേക്ക് കടന്നു പോകുന്നു. 5, നിത്യജീവനിലേക്ക് കർത്താവ് കടന്നു പോകുന്നു. 6, ഊട്ടുമേശയിൽ നിന്ന് ഊട്ടുമരത്തിലേക്ക് കടന്നു പോകുന്നു. തൻ്റെ ശരീരം നമുക്ക് പകുത്തേകുവാനുള്ള ഏറ്റവും വലിയ അത്താഴ അനുഭവമായ കുരിശുമരണത്തിലേക്ക് കർത്താവ് കടന്നു പോകുന്നു. കടന്നുപോകലിൻ്റെ സത്യത്തിലാണ് കർത്താവ് ഈ പെസഹാ ദിനത്തിൽ നിലകൊള്ളുന്നത്. 3 പരമസത്യങ്ങൾ കർത്താവ് സ്ഥാപിക്കുന്നു. 1, പൗരോഹിത്യം. 2, വിശുദ്ധ കുർബാന. 3, പരസ്നേഹപ്രവൃത്തി. ക്രിസ്തു കടന്നുപോകലിൻ്റെ സമ്പൂർണതയാണ് ഇവ 3 തന്നെ. 2-ാം തലം കർത്താവ് പറഞ്ഞു, ലോകത്തിൽ സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ അവരെ സ്നേഹിച്ചു. അവസാനം വരെ എന്നതിൻ്റെ ഗ്രീക്ക് പദം എയ്സ് തെലോസ് എന്നാണ്. പൂർണ്ണമായും ഉള്ള സ്നേഹം എന്നർത്ഥം. ക്രിസ്തു ശിഷ്യന്മാരെ സ്വന്തമായി സ്നേഹിച്ചു, സ്വന്തം സ്നേഹം നൽകി സ്നേഹിച്ചു, തൻ്റെ സ്വന്തമാക്കുവാൻ വേണ്ടി സ്നേഹിച്ചു, തന്നെ സ്വന്തമാക്കുവാൻ വേണ്ടി സ്നേഹിച്ചു. അവൻ അവരെ തിരഞ്ഞെടുത്തതിനാൽ ക്രിസ്തു അവരെ പ്രത്യേകമാവണ്ണം സ്നേഹിച്ചു. ക്രിസ്തു സ്നേഹത്തിൻ്റെ സമ്പൂർണത നമുക്ക് നൽകുന്ന 3 കാര്യങ്ങൾ തന്നെയാണ് വിശുദ്ധ കുർബാനയും പൗരോഹിത്യവും പരസ്നേഹപ്രവൃത്തിയും. പൗരോഹിത്യത്തിൻ്റെ സ്വന്തം അനുഭവം 6 തലങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കുവാനാകും. ശിഷ്യന്മാർ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സ്വന്തമായിരുന്നു. 2, അവൻ അവരെ തിരഞ്ഞെടുത്തതിനാൽ അവർ അവൻ്റെ സ്വന്തമായിരുന്നു. 3, അവൻ തന്നെ അവർക്ക് നൽകിയതിനാൽ അവർ അവൻ്റെ സ്വന്തമായിരുന്നു. 4, പിതാവ് അവരെ അവന് നൽകിയതിനാൽ അവർ അവൻ്റെ സ്വന്തമായിരുന്നു. 5, അവൻ അവരെ കീഴടക്കിയതിനാൽ അവർ അവൻ്റെ സ്വന്തമായിരുന്നു. 6, അവർ അവന് വേണ്ടി സ്വയം സമർപ്പിച്ചതിനാൽ അവർ അവൻ്റെ സ്വന്തമായിരുന്നു. ഇതാണ് പൗരോഹിത്യത്തിൻ്റെ സ്വന്തം അനുഭവം. 3-ാം തലം വിശുദ്ധ കുർബാനയുടെ സ്വന്തമായ അനുഭവമാണ്. അവൻ അവരെ അവസാനം വരെ സ്നേഹിച്ചു എന്നതാണ്. വാക്കിൻ്റെ അർത്ഥപൂർണത പൂർണ്ണമായും ഉള്ള സ്നേഹത്തിൻ്റെ രൂപമാണ് കർത്താവ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് ദിവ്യകാരുണ്യം തന്നെയാണ്. ക്രിസ്തു സ്വന്തമായി സ്നേഹിച്ച, പൂർണ്ണമായി സ്നേഹിച്ച ശിഷ്യന്മാർക്ക് പങ്കിട്ടുകൊടുത്ത പൂർണ്ണ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സത്യമാണ് ദിവ്യ കാരുണ്യം. ഏറ്റവും ഒടുവിലായി പരസ്നേഹ പ്രവൃത്തിയാണ്. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പരസ്നേഹത്തിൻ്റെ കൽപ്പന കർത്താവ് പകർന്നേകി. ഒരു ഉത്ഥാന അനുഭവ വികാരം അവിടെയുണ്ട്. 5 പടികളുണ്ട് അവിടെ. ക്രിസ്തു താൻ ഇരുന്ന ഇടത്തു നിന്ന് എഴുന്നേറ്റു. അത് ക്രിസ്തുവിൻ്റെ സന്നദ്ധതയാണ്. 2, ക്രിസ്തു തൻ്റെ മേലങ്കി മാറ്റി
കുരിശിലെ സ്വയം നൽകലിൻ്റെ സൂചനയായി അത്. 3. വെള്ളം കൊണ്ട് പാദങ്ങൾ കഴുകി അവൻ ഭൂമിയോളം എളിമപ്പെട്ടു. തുവാല കൊണ്ട് കുനിഞ്ഞ് പാദം തുടച്ചു. മരണത്തിന് തുല്യമായ ചെറുതാകൽ. 4. വീണ്ടും എഴുന്നേറ്റിരിപ്പിടത്തിൽ വന്ന് ഇരുന്നു. ഉത്ഥാനതുല്യമായ പ്രവൃത്തി. 6. ശിഷ്യന്മാരും അതുപോലെ ചെയ്യുവാൻ പ്രേരിപ്പിച്ചു. ക്രിസ്തു സ്നേഹത്തെ പഠിപ്പിച്ചു നൽകി ലോകസുവിശേഷത്തിന് വേണ്ടി അവരെ അയക്കുന്നു. നിന്റെ ഓരോ സ്നേഹപ്രവൃത്തികളിലും ഈ സത്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് പെസഹ വ്യാഴാഴ്ച അഥവാ ഈ അന്ത്യത്താഴ്വിരുന്നിൻ്റെ സത്യം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്നേഹം മാത്രം തന്നോനേ നീ, ജീവൻ പോലും തന്നോനേ നീ. സ്നേഹം മാത്രം തന്നോനേ നീ, ജീവൻ പോലും തന്നോനേ നീ. ക്രൂശിൽ പോലും ക്ഷമിച്ചു നീ, അന്ത്യത്തോളം ലാളിച്ചു നീ. സ്നേഹം മാത്രം നൽകാനീശോ കൂദാശയായി കുർബാനയായി പ്രാണൻ പോലും നൽകാൻ നാഥൻ ബലിയായി എന്നോടൊന്നായി തീർന്നു. തിരികെ വരുവാൻ കൊതിയായി പ്രിയനേ, പിരിയിലിനി ഞാൻ അന്ത്യം വരെയും. ആശ്വാസം തേടി ഞാനേറെയോടി, ഒരാശ്വാസമാക്കിനേറെ നീറി. ആശ്വാസം തേടി ഞാനേറെയോടി, ഒരാശ്വാസമാക്കിനേറെ നീറി. ഒറ്റയ്ക്കൊന്നു കരയാനേറെ മോഹിച്ചു, ആരും കാണാ കോണുകളിൽ മുഖം മറച്ചു. ഈശോ തൻ തോളെൻ്റെ തലയിണയായി തീർന്നല്ലോ, ഈശോ തൻ കൈകളോ എൻ തൂവാലയായി. ഈശോ തൻ തോളെൻ്റെ തലയിണയായി തീർന്നല്ലോ, ഈശോ തൻ കൈകളോ എൻ തൂവാലയായി. ഒരിക്കലും ഒറ്റയ്ക്കു ഞാൻ കരഞ്ഞതില്ല, സ്നേഹം മാത്രം നൽകാനായി. എൻ ദുഃഖമെല്ലാം ചോദിച്ചു നീ, ഞാൻ സന്തോഷത്താൽ നീങ്ങാനായി. എൻ ക്രൂശതെല്ലാം വാങ്ങിച്ചു നീ, സ്നേഹം തന്നു മതിയാകാതെ ഹൃദയം